ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നച്ചുട്ടി ആദ്യമായിട്ട് മദ്രസ പോവാണ് മക്കളെ. മദ്രസ നബിദിന പരിപാടിക്ക് പോവാണ് അല്ലേ? അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ നബിദിനാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മകൾ നബിദിന ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് നബിദിനാണ്. മക്കളെല്ലാവരും പോയിട്ടുണ്ട്. അച്ചൂട്ടിയും പോയിട്ടുണ്ട് കേട്ടോ. അച്ചൂട്ടി ആദ്യമായിട്ട് മദ്രസയിൽ പോവുകയാണെന്ന് കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ കൂടെ ഓളും ഒരു ഉടുപ്പും ഒരു കുഞ്ഞി തൊപ്പ് മക്കനെയൊക്കെ ഇട്ടിട്ട് ഓളും പോയിട്ടുണ്ട്. ഓൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാക്കാൻ്റെ കൂടെ പോരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണേ കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും അച്ചൂട്ടിനെയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് അവൾ മദ്രസ കാണാൻ പോണത്. ചെറു നൂലപ്പം തിന്നിട്ടില്ല. അപ്പോൾ നല്ല ദോശ ഇട്ടുകാണ്ട് നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പോയി ഇക്കാടെ വണ്ടിയിൽ ഇക്കനാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അല്ലുട്ടനാണെങ്കിൽ അല്ലുട്ടന് മദ്രസ സ്കൗട്ടിന് ചേർന്ന് കേട്ടോ. ആദ്യം മോന് പാട്ടൊക്കെ ഉണ്ട്, അല്ലുട്ടന് സ്കൗട്ടുണ്ട്. അപ്പോൾ സ്കൗട്ടിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനെയും ആദിനെയും അല്ലുവിനെയും അച്ചുട്ടിനെയും പൊന്നൂസിനെയും ഒക്കെ പാടെ ഇക്ക വണ്ടിയിൽ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓരെല്ലാവരും ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ പണികളൊക്കെ തീർക്കണം. എന്തിനാ ചോറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നബിദിനത്തിന് ചോറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ചോറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അപ്പോൾ വേഗത്തിൽ പണികളൊക്കെ ഒന്ന് തീർക്കാണ്ട് അലക്കാനുണ്ട്, തിരുമ്പാനുണ്ട്, അടിക്കലും തൊടുക്കലും ഒക്കെ പാത്രം കഴുകലും അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതിന് മുന്നായിട്ട് നമ്മളൊന്ന് ഫസ്റ്റ് കാടമുട്ടയൊക്കെ ഒന്ന് പെറുക്കി കൊണ്ടുവരണം. മറ്റേ മക്കൾ രാവിലെ പോയി പെറുക്കൂട്ടോ. ഇന്ന് കുട്ടികളൊന്നും കയറിയിട്ടില്ല. രാവിലെ തന്നെ ഓല് പോയതുകൊണ്ട് തന്നെ ഒന്നും പെറുക്കിയിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് പെറുക്കി കൊണ്ടുവരാം. പെട്ടെന്ന് മുറ്റടിക്കൽ പരിപാടികളൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. ജാതിയൊക്കെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്കൗട്ടും ദഫും ഒക്കെ ആയിട്ട് വീഡിയോ എടുത്തിട്ട് ഇടാട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ചായക്കൂടിയൊക്കെ കണക്ക് തന്നെയാണ്. ഓർമ്മ ഉണ്ടാകുമ്പോൾ കുടിച്ചാൽ തിന്നലും കൂടിയൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ചിലവിലൊക്കെ ദോശ തിന്നിട്ടുണ്ട്, ചിലവിലാണെങ്കിൽ ദോശ ഒന്നും തിന്നിട്ടുമില്ല കേട്ടോ. ദോശയൊക്കെ അതുപോലെ വെച്ച് ചായൻ്റെ വെള്ളം മാത്രം കുടിച്ചിട്ട് പോയതാണ്. അച്ചുട്ടിക്ക് ഞാൻ നൂലപ്പം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ആ നൂലപ്പം അങ്ങോട്ട് പഞ്ചസാരയും തേങ്ങോട്ട് കൊടുത്തതേന്ന് കേട്ടോ. ഓളും തിന്നിട്ടില്ല. അപ്പോൾ നൂലപ്പം പറ്റാത്തവർക്ക് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അല്ലൂടനാണ് നൂലപ്പം പറ്റാത്തത്. ബാക്കി എല്ലാവർക്കും നൂലപ്പം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അല്ലൂസാണെങ്കിലോ ചായക്കടി തിന്നാതെ വേഗത്തിൽ ഓടുകയും ചെയ്തിരുന്ന സ്കൗട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പോവുകയും ചെയ്തിരിക്കണം. കടിയൊന്ന് കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പരിപാടികളും പണികളും ഒക്കെ നോക്കാനായിട്ട് കേട്ടോ. കേസ് നമ്മൾ കാടമുട്ട പെറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്ട്. എന്നും രാവിലെ മക്കളാണ് കാടമുട്ടയൊക്കെ പെറുക്കൽ, രാവിലത്തെ പെറുക്കൽ കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും നേരത്തെ തന്നെ മദ്രസക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കാടമുട്ടയൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കാടക്കൂട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല തീറ്റയിലാണ്. കാടമുട്ട പെറുക്കുക, വെള്ളപ്പാത്രം ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് കേട്ടോ രാവിലത്തെ കാടക്കൂടിലെ ഡ്യൂട്ടികൾ കേട്ടോ. രാവിലെ വല്ലാണ്ടൊന്നും മുട്ട ഉണ്ടാവില്ല കേട്ടോ, കുറച്ചുണ്ടാവുള്ളൂ. രാത്രിയാണ് ഇവരെ മുട്ടയൊക്കെ നമ്മൾ കളക്ട് ചെയ്യൽ കേട്ടോ. രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ. ഞാനതൊക്കെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാകെ പണികളൊക്കെ ഒരു ഇതൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മക്കളെ പരിപാടി വരുന്നുണ്ട്, മക്കളെ നബിദിന റാലി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുക്കും വേണം. അതിന് അല്ലൂട്ടിൻ്റെ സ്കൗട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് തന്നെ നമ്മൾ റോട്ടിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അച്ചുട്ടിയൊക്കെ ജാതിയിലുണ്ടാവും, ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ മിഠായിയൊക്കെ കിട്ടുന്ന ഒരുപാട് സന്തോഷത്തിലായിരിക്കും കേട്ടോ ആൾ. അപ്പോൾ കുട്ടികളെ സ്കൗട്ടും ജാതിയും ഒക്കെ ഒന്ന് ദഫൊക്കെ ഒന്ന് വീഡിയോ ചെയ്യണം കേട്ടോ.
അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരിന്റെ ഉറവ പറ്റിയ മനസ്സുമായി നെട്ടോട്ടമോടിയ 6-ാം നൂറ്റാണ്ടിന്റെ ഇരുണ്ട നിലങ്ങളിൽ മാനവിക മൂല്യത്തിന്റെ ഉജ്ജ്വല പ്രഭ ഒരു സമൂഹത്തിന് സമർപ്പിച്ച് ചക്രവാള സീമകളെ പോലും സ്നേഹ സൗഹാർദ്ദത്തിന്റെ വെളിനിലമാക്കി മാറ്റിയ ലോകാനുഗ്രഹി ഉലകை പടക്ക് കാരണമായവർകൾ എല്ലാ പടപ്പുകളെയും കൊണ്ട് പുകഴ്ന്നുകൊണ്ടിരിക്കും ഉയർന്നവർകൾ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങളുടെ 1499-ാം ജന്മദിനത്തിന്റെ ഭാഗമായി പള്ളിയാലിൽ സുല്ലമുൽ അത്ഫാൽ ഹയർ സെക്കൻഡറി മദ്രസയിലെ വർണ്ണാഭമായ പ്രൗഢ ഗംഭീരമായ നബിദിന ഘോഷയാത്രയാണ് മദ്രസ വിദ്യാർത്ഥികളും ഉസ്താദുമാരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും കാരണവന്മാരും അണിനിരന്ന് പ്രവാചക പ്രകീർത്തനത്തിന്റെ അനന്ത സാഗരത്തിൽ നിന്നും ഇശലിന്റെ ഈണക്കാവ്യശാഖകളെയും തൂലികത്തുമ്പിൽ രചിച്ച മദ്ഹ് ഗീതങ്ങളെയും കണ്ടനാളങ്ങളിലൂടെ നാവിൻ തുമ്പിലെത്തിച്ച് കർണനാഥങ്ങളെ ഇക്കിളിപ്പെടുത്തി അനുഭൂതിയുടെ ആസ്വാദനം സമ്മാനിക്കുന്ന ആലാപന വിശുദ്ധിക്കൊപ്പം ചടുല ചുവടുകൾ സമ്മാനിക്കുന്ന ദഫ് സംഘത്തിന്റെയും ഉജ്ജ്വല ചുവടുകൾ തീർക്കുന്ന സ്കൗട്ട് സംഘത്തിന്റെയും കാഴ്ചയുടെ വർണ്ണ വസന്തങ്ങൾ വിതറുന്ന പുഷ്പരാജികൾ ഇതൾ വിടർത്തിയാടി പ്രവാചകാനുരാഗത്തിന്റെ വർണ്ണപ്പകിട്ടുമായി ഇഞ്ചിലും പൈതങ്ങൾ കുഞ്ഞു കൈകളിൽ പൂക്കൾ പിടിച്ച് വർണ്ണവിസ്മയം ഒരുക്കുന്ന ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടി പിന്നിട്ട പാതയോരങ്ങളെ ധന്യമാക്കി അന്തരീക്ഷത്തിൽ ആവേശത്തിന്റെ മറുമലരുകൾ വാരിവിതറി ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഇന്ന് മകര നമസ്കാരാനന്തരം ജാതിയിലെ മക്കളെല്ലാവരും അവിടെ വെള്ളം കൊടുക്കണേന്ന് ഇപ്പം അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ ഞാൻ പിന്നെ എടുത്തിട്ടില്ല. കുപ്പാണ്ടി അച്ചൂട്ടിക്ക് എന്തൊക്കെ കിട്ടിയിട്ട് പഠിച്ചവനെ വെജ കാക്കാൻ്റെ അച്ചൂനും കൂടിയാണല്ലേ. പൊന്നൂസ് ഉണ്ടാ ജാതിയില്? എവിടെ ഓള്? ഇതാ അച്ചൂട്ടി മടങ്ങി വന്നേ. അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളെ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഒരു ഫ്രോക്കൊക്കെ എടുത്തിട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് മോളെ മോക്കിട്ടിയ മിഠായി ഓക്കും പൊന്നൂസും രണ്ടാളും കൂടി ഇങ്ങനെ കവറിലാക്കണം കേട്ടോ. പിന്നെ മറ്റുള്ള ജാഥ മടങ്ങി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അപ്പോൾ എനിക്ക് ആ മിഠായി ഇല്ല, എനിക്ക് ഈ മിഠായി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കാണ് കേട്ടോ. മറ്റുള്ള കുട്ടികളും ജാഥ കഴിഞ്ഞ് മടങ്ങി എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ പള്ളി മദ്രസയിൽ നിന്ന് ചോറൊക്കെ കൊണ്ടുവന്നിട്ടോ. നല്ല നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറും ബീഫിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ പ്ലേറ്റൊക്കെ മറിച്ച് അല്ലൂട്ടനും അവരൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടോ. അപ്പോൾ അവർ ബാങ്ക് കൊടുത്തേക്ക് തന്നെ ചോറൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മക്കളും ഇക്കയും എല്ലാവരും ചോറ് തിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഞാനും കൂടിയാണ് തിന്നാനുള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം എന്നുള്ളത്. ഇനി വൈകുന്നേരം ഉച്ചയ്ക്ക് കുട്ടികളൊക്കെ ഒന്ന് ഉറക്കണം. എന്നിട്ട് രാത്രി മക്കളെ പരിപാടി കാണാൻ പോകണം കേട്ടോ. അതൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ പപ്പടും തൈരും ഉണ്ടാക്കുകയും ചെയ്തിരിക്കണം കേട്ടോ നെയ്ച്ചോറ്റിക്ക്. അപ്പോൾ ഇവിടെ എല്ലാ പ്രാവശ്യം നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ കുറേ ചോറുണ്ടായിരുന്നു. ഒരു കവർ ചോറ് അത്യാവശ്യം നല്ലോണം നമുക്ക് 2 നേരം വേവിച്ചാനുള്ള ചോറുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഉറക്കി വൈകുന്നേരം ഇനി കുട്ടികളെ പരിപാടി കാണാനൊക്കെ പോകണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നാളെ വരാം. പിന്നെ മക്കളെ ദഫും സ്കൗട്ടൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. അല്ലൂട്ടിൻ്റെ സ്കൗട്ടൊക്കെ ഉണ്ട്. ഇവിടെ എന്നും ഇവിടെ പോരുമ്പോൾ സ്കൗട്ടൊക്കെ കളിക്കാറുണ്ട്. ഇപ്രാവശ്യം കളിച്ചിട്ടില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു. അതുകൊണ്ടാണ് മക്കൾ ക്ഷീണിക്കുഞ്ചിട്ടേക്കാരം കളിക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.